ഹലോ ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊറോണ കാലഘട്ടമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ ഒരാൾക്ക് കൊറോണ ഉണ്ടോ എന്ന് വരെ നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് കണ്ട് എത്താൻ സാധിക്കുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ്. അതെ, ആരോഗ്യ സേതു എന്ന് സെൻട്രൽ ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ആപ്പിൻ്റെ മെയിൻ യൂസസുകൾ എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യമായിട്ട് ഈ ആപ്പ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇരിക്കുന്ന ലൊക്കേഷനിൽ നിന്നും 10 കിലോമീറ്റർ പെരിമീറ്റർ ആർക്കെങ്കിലും കൊറോണ വൈറസ് ഉണ്ടോ എന്ന് നമുക്ക് ഈ ആപ്പ് യൂസ് ചെയ്ത് അറിയാൻ സാധിക്കും. അത് ഒന്ന്. രണ്ടാമത്തെ ആയിട്ട് ഈ ആപ്പിൽ ഇന്ത്യയുടെ കറണ്ട് കോവിഡ് സ്റ്റാറ്റസ് അറിയാം. എത്ര പേർക്ക് കൊറോണ വന്നിട്ടുണ്ട് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ എത്ര പേർക്ക് കൊറോണ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ കൊറോണ കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. മൂന്നാമത്തേതായിട്ട് കൊറോണ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് മീഡിയ ന്യൂസസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ആപ്പിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആപ്പ് എങ്ങനെ യൂസ് ചെയ്യാം, ആപ്പിനെ കുറിച്ചുള്ള റിവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഈ ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് മറ്റും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോർ സെലക്ട് ചെയ്യുന്നു. അതിൽ നിങ്ങൾ മുകളിൽ ആരോഗ്യ സേതു എന്ന് ടൈപ്പ് ചെയ്യുക. ഇതാണ് ഞാൻ അവിടെ ടൈപ്പ് ചെയ്യുന്നു. ആരോഗ്യ സേതു ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ മുകളിൽ വരും. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കുക. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയ ആപ്പാണ്, കാരണം ഇതിന് 3 MB ഉള്ളൂ. അപ്പോൾ സൈസ് വളരെ കുറവുണ്ട്, നിങ്ങൾക്ക് വേഗം ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇൻസ്റ്റാൾ ചെയ്യാൻ വരെ വെയിറ്റ് ചെയ്യാം. ഇതാ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ കൊടുക്കുക ആപ്പ്. അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവർ ചോദിക്കുന്ന ഏത് ലാംഗ്വേജ് ആണ്. ഞാൻ ഇവിടെ ലാംഗ്വേജ് ഇംഗ്ലീഷാണ് കൊടുക്കുന്നത്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ അവർ ആദ്യം കുറേ കാര്യങ്ങൾ ചോദിക്കും. ഇതവർ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ആപ്പിൻ്റെ യൂസാണ്. സെൻട്രൽ ഗവൺമെൻറ് എന്തിനാണ് ഈ ആപ്പ് കൊണ്ടുവന്നത്, അതിൻ്റെ മറ്റ് കാര്യങ്ങൾ, അത് നിങ്ങളുടെ ഫോണിൽ അവർ എന്തൊക്കെ ആക്സസ് ചെയ്യും, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫോണിൽ നിന്ന് നഷ്ടപ്പെടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ഈ ഫസ്റ്റ് ഇൻട്രഡക്ഷൻ പറയുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. എന്നിട്ട് രജിസ്റ്ററിനെ കൊടുക്കുക. എന്നിട്ട് അവരിവിടെ ചോദിക്കും നിങ്ങളുടെ ഫോണിൻ്റെ കാര്യങ്ങൾ അവർ ആക്സസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡിവൈസ് ലൊക്കേഷൻ, ബ്ലൂടൂത്ത്, ഡാറ്റ ഷെയറിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യുന്നത് ചോദിക്കണം. അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അക്സസ് ചെയ്യണമെന്ന് എഗ്രി കൊടുക്കണം. അതല്ലാതെ തന്നെ അവർ പറയുന്നുണ്ട് നിങ്ങളുടെ ഫോണിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം അവരുടെ കയ്യിൽ വളരെയധികം സേഫ് ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടുത്താണ് ഇത് പോകുന്നത്. ഡീറ്റെയിൽസൊക്കെ അലോ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ 10 മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കണം രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. അതായത് എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കും. ലോഗിൻ കൊടുക്കുക. അപ്പോൾ ലോഗിൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു 10 OTP നമ്പർ വരും. ആ OTP നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്യണം. അപ്പോൾ OTP നമ്പർ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആപ്പിലേക്കാണ് ഈ പോകുന്നത്. ഇനിയപ്പോൾ ആപ്പിൻ്റെ കാര്യങ്ങളായിട്ട് ആദ്യം നമ്മൾ കുറച്ച് രജിസ്ട്രേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇവർ ചോദിക്കുന്നത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഞാൻ അവിടെ മെയിൽ കൊടുക്കുന്നു. എൻ്റെ ഫുൾ നെയിം, ഞാൻ എൻ്റെ പേര് കൊടുക്കുന്നു. സബ്മിറ്റ്. ഞാൻ ഏജ് കൊടുക്കുന്നു. ഞാൻ എന്താണ് ചെയ്യുന്നത്, പ്രൊഫഷൻ സെലക്ട് ചെയ്യുന്ന ഏതെങ്കിലും. പിന്നെ അവർ ചോദിക്കുന്ന ലാസ്റ്റ് 30 ഡേയ്സിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും കൺട്രി പോയിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഞാൻ നമുക്കിവിടെ പോയിട്ടില്ലെങ്കിൽ അവിടെ ഞണ്ണ് കൊടുക്കാം. താഴെ ഓപ്ഷൻ വെച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾ കൊറോണ സംബന്ധമായിട്ട് വോളണ്ടറി ചെയ്യാൻ റെഡിയാണ്. യെസ്. സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താ അറിയുക. അപ്പോൾ ഞാൻ യെസ് കൊടുക്കുന്നു. ഇതിൽ പറയുന്നത് 20 മിനിറ്റ് സെൽഫ് അസസ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ആപ്പ് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കറണ്ട് കണ്ടീഷൻ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചു തരാം. ഓക്കെ കൊടുക്കുക. കൊറോണ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും അസുഖം നിങ്ങൾക്കുണ്ടോ, കഫ്, ഫീവർ, ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. അപ്പോൾ ഞാൻ എനിക്കൊന്നുമില്ല, നൺ ഓഫ് ദി അബവ് കൊടുക്കുന്നു. പിന്നെ ഹാവ് യു എവർ ഹാഡ് ദിസ്, ഇത് ഇങ്ങനത്തെ വേറെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ, ലങ് ഡിസീസ് എന്തെങ്കിലും ഉണ്ടോ, നൺ ഓഫ് ദി അബവ്. ഇത് ലാസ്റ്റ് 28 മുതൽ 48 ദിവസങ്ങളിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്തിട്ടുണ്ടോ, നോ കൊടുക്കുന്നു. നിങ്ങൾക്ക് കൊറോണ സംബന്ധമായിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും പേഷ്യൻസുമായിട്ട് ഇടപഴകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിവിടെ നൺ ഓഫ് ദി അബവ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ സേഫ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരെ ആപ്പിൻ്റെ ഹോം പേജിലേക്കാണ് പോവുക. കാണിച്ചു തരാം. ബാക്ക് അടിച്ചാൽ
എന്നിട്ട് നിങ്ങൾ ആപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ പോകുന്നത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്ക്, ഇങ്ങനത്തെ ഒരു ഹോം പേജിലേക്കാണ്. അപ്പോൾ ഈ പേജിൽ ആദ്യം തന്നെ അവർ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ കറണ്ട് സ്റ്റാറ്റസ്, നിങ്ങൾ സേഫ് ആണെന്നാണ് കാണിക്കുന്നത്. എന്നിട്ട് ബാക്കി നിങ്ങൾ ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഇതിൽ ഞാൻ പറയാം. മീഡിയ സെലക്ട് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആപ്പ് റിലേറ്റഡ് അല്ലെങ്കിൽ കൊറോണ റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ ലേറ്റസ്റ്റ് വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും, നിങ്ങൾക്ക് ഇവിടെ അറിയാൻ സാധിക്കും. പിന്നെ ഇവിടെ കോവിഡ് അപ്ഡേറ്റ്സ് ഉണ്ട്. കോവിഡ് അപ്ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ കറണ്ട് കൊറോണ കണ്ടീഷൻ, കറണ്ട് കൊറോണ സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയാം. ഇന്ത്യയിൽ എത്ര പേർ കൺഫേം ആയിട്ടുണ്ട്, എത്ര പേർക്ക് റിക്കവേർഡ് ആയിട്ടുണ്ട്, ഡിക്രീസ്ഡ് എത്രയുണ്ട്, അതിനുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റ്സിൻ്റെ അവസ്ഥ അറിയാം. അവിടെ കേരളയാണ് സെലക്ട് ചെയ്യുന്നുണ്ട്, കാണിച്ചു തരാം. കേരള സെലക്ട് ചെയ്ത് കേരള കൊടുക്കുന്നു. അപ്പോൾ കേരളയുടെ കറണ്ട് കണ്ടീഷൻ കണ്ടോ, കൺഫേംഡ് കേസ് 1208, റിക്കവേർഡ് 575, ഡിക്രീസ്ഡ് 9. അങ്ങനെ കേരളയുടെ കറണ്ട് സ്റ്റാറ്റസ് അറിയാം. താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റ്സിൻ്റെ അവസ്ഥയെ നമുക്കിവിടെ താഴെ കാണാൻ സാധിക്കും, കണ്ടോ. പിന്നെ ഇവിടെ താഴെ epass സൈഡിൽ epass റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഫ്രീക്വൻ്റ്ലി ആസ്കിങ് ക്വസ്റ്റ്യൻസ്, epass നിങ്ങൾക്ക് എന്താണ് യൂസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതാണ് ഇത്. പിന്നെ ഞാൻ ആദ്യം വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 5 കിലോമീറ്റർ. അപ്പോൾ ഇതെന്താ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ കറണ്ട് ലൊക്കേഷനിൽ നിന്നും 10 കിലോമീറ്റർ പെരിമീറ്ററിൽ എത്ര പേർക്ക് കൊറോണ ഉണ്ട് എന്ന് ഈ ആപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഞാൻ ഇവിടെ എക്സാമ്പിളായിട്ട് 10 കിലോമീറ്റർ കൊടുക്കുന്നു. 10ൽ 79,000 പേര് ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ 747 പേർക്ക് സെൽഫ് അസസ്മെൻറ്റ് 24 മണിക്കൂർ ചെയ്തിട്ടുണ്ട്. 50 പേര് അൺവിൽ എന്ന് വെച്ചാൽ അവർക്ക് ചെറിയ അസ്വസ്ഥതകളുണ്ട്. അതിൽ 2 പേര് ലാസ്റ്റ് 28 ദിവസത്തിനുള്ളിൽ 2 പേർക്ക് കൊറോണ പോസിറ്റീവായിട്ട് കണ്ടിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ നിങ്ങൾക്കിത് വളരെ പ്രയോജനപ്പെടുന്ന ഒരു ആപ്പാണിത്. അപ്പോൾ ഇതാണ് ഈ ആപ്പിനെ കുറിച്ചുള്ള വീഡിയോ. തികച്ചും ഈ ആപ്പ് വളരെയധികം യൂസ്ഫുൾ ആണ്. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പല സ്ഥലങ്ങളിൽ പോകുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾ കൊറോണ ഭയന്നിട്ട് നിങ്ങൾ ഫാമിലി ആയിട്ട് പോകാൻ മടിക്കുന്നുണ്ടെങ്കിൽ ഈ ആപ്പ് യൂസ് ചെയ്ത് നിങ്ങൾ പോകുന്ന സ്ഥലത്ത് കോവിഡ് ഉണ്ടോ, അല്ലെങ്കിൽ ആ കറണ്ട് പ്ലേസിൽ കോവിഡിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോൾ എന്താണ്, അവിടെ കോവിഡ് രോഗികളുണ്ടോ, കോവിഡ് ലക്ഷണങ്ങളുള്ള പേഷ്യൻസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ആപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാൻ സാധിക്കും. അപ്പോൾ തികച്ചും നിങ്ങളെല്ലാവരും ഈ ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. ഇത് തികച്ചും എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു ആപ്പാണ്. സെൻട്രൽ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്ത ആപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായും ഇതിനെ വിശ്വസിച്ച് തന്നെ ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.